നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിന്ന് നാവൊന്ന് പിഴച്ചപ്പോൾ കാലിടറിയ മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് ഒരു പുതിയ വ്യക്തി കൂടെ കടന്നു വന്നിരിക്കുന്നു. രൺവീർ അലഭാതിയ. പക്ഷേ ആ വീഴ്ചയിൽ വീണുടഞ്ഞത് അയാൾ മാത്രമായിരുന്നില്ല. ഇന്ത്യ ഗോട്ട് ടാലന്റ് എന്ന TV ഷോയും അതിൽ മുൻനിരയിൽ വിധികർത്താക്കളായിരുന്നവരും ആ വീഴ്ചയിൽ ഉൾപ്പെടും. ഒരുപക്ഷെ കേരളത്തിന്റെ പേര് വലിച്ചഴിച്ചതുകൊണ്ടാകണം അതുവരെ ആരും കാര്യമായ ചർച്ചകളൊന്നും നടത്താതെ പോയ രൺവീറിന്റെ അശ്ലീല പരാമർശം മുൻനിര മാധ്യമങ്ങളും മറ്റ് സാധാരണക്കാരും ഇത്രത്തോളം ആക്രമിക്കുന്നത്. പറയാൻ പാടില്ലായിരുന്നു. ഇത്രമേൽ നന്മമരം ചമഞ്ഞ് സ്പിരിച്വാലിറ്റിക്കും മറ്റും ഘോരം പ്രസംഗിച്ച് അതേ നാവുകൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് അത്തരത്തിലൊരു പരാമർശം. സ്വന്തമായി കണ്ടുപിടിച്ചു പറഞ്ഞ ഒരു തമാശ മറ്റോ ആയിരുന്നെങ്കിൽ ഇതൊക്കെ പിന്നെയും സഹിക്കാമായിരുന്നു. പക്ഷേ കാലാകാലങ്ങളായിട്ട് ഓൺലൈനിൽ കറങ്ങിക്കളിക്കുന്ന കേട്ട് പഴകിച്ചൊരു ഡേറി ജോക്ക് ഗൂഗിളിൽ തപ്പി കാണാപ്പാടം പഠിച്ച് ഇന്ത്യ ഗോട്ട് ടാലന്റ് എന്ന ഷോയിൽ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞെടുത്താണ് രൺവീർ അധപതിച്ചത്. മനുഷ്യരാണ്, തെറ്റുപറ്റും. പക്ഷേ ലക്ഷക്കണക്കിന് മനുഷ്യർ കാണുമെന്നറിഞ്ഞിട്ടും ഇതൊക്കെ പറഞ്ഞെങ്കിൽ അതിൻ്റെ പേര് ഒന്നു മാത്രമാണ്: വകതിരിവില്ലായ്മ. ഈ കോലാഹലങ്ങൾക്കെല്ലാം നടുവിലും ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത് കേരളീയരുടെ ഒത്തൊരുമയായിരുന്നു. ഒരവസരം കിട്ടിയാൽ ഒരു നാണവുമില്ലാതെ ക്ലിക്ക് ബെയ്റ്റ് ആണെന്ന് അറിഞ്ഞിട്ടും കണ്ണൂരെന്നും കോഴിക്കോടെന്നും തൃശ്ശൂരെന്നുമൊക്കെ പറഞ്ഞ് പരസ്പരം പരിഹസിക്കാനും വെറുക്കാനും യാതൊരു മടിയുമില്ലാത്ത സാക്ഷരത കേരളത്തിലെ മനുഷ്യർ ഒരു ദിവസം കൊണ്ട് കേരളീയർ എന്ന തലക്കെട്ടിന് കീഴെ ഒരുമിച്ചു. ആ ഒത്തൊരുമയിൽ അഭിമാനവും സന്തോഷവും മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഇതൊക്കെ എത്ര കാലം, എത്ര ദിവസം, പോട്ടെ എത്ര മണിക്കൂർ ബാക്കി കാണും? തങ്ങളെ പുച്ഛിച്ചു എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയെ മൊത്തത്തിൽ പഞ്ഞിക്കിടാൻ കമന്റ് സെക്ഷനിൽ ഇറങ്ങിത്തിരിച്ചവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ: ഒരു മനുഷ്യന്റെ നാവിൽ നിന്നും വീണ വാക്കിന്റെ പേരിൽ അയാളുടെ മതത്തിനെയും നാടിനെയും വെറുക്കാൻ പോകരുത് എന്ന് മാത്രം. ഒരു മനുഷ്യന്റെ പരാമർശങ്ങളുടെ പേരിൽ പരസ്പരം വെറുത്തും കലഹിച്ചു തീർക്കാനാണെങ്കിൽ സ്വന്തം കുടുംബങ്ങളിൽ പോലും സ്വസ്ഥത എന്താണെന്ന് നമ്മൾ അറിയില്ല. എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും ഒരേപോലെയുള്ള ഒന്നുണ്ട്: ഒരു പൊതുശത്രു. നൂറുകണക്കിന് വിഭാഗങ്ങളും മതങ്ങളും ഭാഷകളും ഉൾക്കൊള്ളുന്ന ഓരോ രാജ്യത്തിലെയും ജനങ്ങളിൽ എൻ്റെ രാജ്യമെന്ന വികാരം ജനിപ്പിക്കണമെങ്കിൽ ഒരു പൊതുശത്രു അത് അത്യാവശ്യമാണ്. ഇതേ തിയറിയുടെ മറ്റൊരു തലമാണ് ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ നോർത്ത് വേഴ്സസ് സൗത്ത് എന്നൊക്കെ പറയുന്നത്. എന്നാൽ അതുകൊണ്ടും തീരില്ല. അതിനും കീഴിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒതുങ്ങി നിൽക്കുമ്പോഴാണ് സൗത്തിനുള്ളിൽ തന്നെയും സംസ്ഥാനങ്ങളും വേണ്ടി വന്നാൽ അതിനും താഴെ ജില്ലകളും തമ്മിൽ പോർ വിളിക്കുന്നത്. ഞാൻ, എൻ്റെ വിശ്വാസം, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ഭാഷ, എൻ്റെ ജില്ല എന്നിങ്ങനെ എൻ്റേതെന്ന് പറയുന്നത് മറ്റൊരുവനേക്കാൾ മുകളിലാണെന്ന വിശ്വാസവും ധാർഷ്ട്യവുമാണ് ഇന്ന് ഈ ലോകത്തിലെ വെറുപ്പിന് പിന്നിലെ പ്രധാന കാരണം. മനുഷ്യരെന്ന നിലയിൽ വിലയിരുത്തേണ്ടത് നമ്മളെ തന്നെയാണ്, അല്ലാതെ എവിടെ നിന്ന് വന്നുവെന്നോ എന്ത് കഴിക്കുന്നെന്നോ എന്ത് ഭാഷ സംസാരിക്കുന്നോ എന്നതല്ല. ഇനിയും ഇതുപോലുള്ള പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. അപ്പോൾ എൻ്റെ മതമെന്നും എൻ്റെ നാടെന്നുമൊക്കെ പറഞ്ഞ് രോഷം കൊള്ളുന്നതിന് പകരം മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. മോശമായൊരു രാജ്യമില്ല, സംസ്ഥാനമില്ല, മതമില്ല. മോശം മനുഷ്യർ മാത്രമേ ഉള്ളൂ. അതന്നും ഇന്നും